എല്ലാവർക്കും റെഡ് കാർപ്പറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. പുതിയ വിശേഷങ്ങളെ കുറിച്ച് പറയൂ. പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഇപ്പോൾ കറന്റ്ലി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞു. അന്താക്ഷരി, അത് മുത്തുഗൗന്റെ ഡയറക്ടർ വിപിൻ ദാസ്. അന്താക്ഷരി അതാണ് പ്രോജക്റ്റിന്റെ പേര്. അതിൽ എന്ത് കൈൻഡ് ഓഫ് ക്യാരക്ടർ? അതില് നേഴ്സാണ്. അതായത് സൈച്ചേട്ടൻ ചെയ്യണം. സൈജുക്കുറിപ്പാണ് അതില് ലീഡ് റോൾ ചെയ്യുന്നത്. അപ്പോൾ സൈച്ചേട്ടൻ്റെ വൈഫാണ്. സൈച്ചേട്ടനുണ്ട്, സുധി കോപ്പ ഉണ്ട്, വിജയബാബു അദ്ദേഹമുണ്ട്. ഇപ്പം ഒരു നല്ലൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ടീമിന്റെ കൂടെ ഒരു ത്രില്ലർ ഫോമായിട്ടാണ് സിനിമയാണ്. അപ്പം അതാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അതായത് കോവിഡിന് ശേഷം ഞാൻ ചെയ്ത വർക്ക് അതാണ്. വേറെന്താണ് പുതിയ സിനിമകൾ? ഇനി ഞങ്ങളോട് പറയാൻ പാകത്തിന് ഏതെങ്കിലും സിനിമ പരിവപ്പെട്ടിട്ടുണ്ടോ? ഡയറക്ടർ വെങ്കട് പ്രഭുവിന്റെ പ്രോജക്റ്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത വെബ് സീരീസ് ആണ്. വെബ് സീരീസ് ചെയ്തു ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ട്. ഹോട്ട്സ്റ്റാറിന്റെ ഒറിജിനൽ പ്രൊഡക്ഷൻ ആണത്. കാജൽ അഗർവാൾ ഉണ്ട്, ഞാനുണ്ട്, വൈഭവ് ഉണ്ട്, ആനന്ദി ഉണ്ട്, കയൽ ആനന്ദി ഉണ്ട്. അതും ഒരു ത്രില്ലറാണ്, ഹൊററാണ്. അദ്ദേഹമാണ് ഡയറക്ട് ചെയ്തത്. അതിൽ ശരിക്കും ഒരു വീട്ടമ്മയാണ്. നിറയെ സസ്പെൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ. വീട്ടമ്മ എന്ന് പറഞ്ഞപ്പോഴാണ്, ഒരു അഭിനേത്രി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു അമ്മ എന്ന രീതിയിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള അമ്മയാണോ, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയാണോ, അതേ ഒരു വലിയ മൈൻഡ് അമ്മയാണോ? അല്ല, ചില സമയത്ത് സ്ട്രിക്റ്റ് ആവേണ്ടി വരാറുണ്ട്. പക്ഷെ അത് ഒരുപാട് നേരമൊന്നും എനിക്ക് അങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പറയേണ്ട കാര്യങ്ങൾ കുഞ്ഞിനോട് പറയും. പിന്നെ ചെറിയ പ്രായമല്ലേ, അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കും, പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞ പിന്നെ എനിക്ക് വലിയ സങ്കടമാണ്. എനിക്കറിയാം, എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി പേര് മുകുന്ദ് എന്നാണ്. മുകുന്ദ് അപ്പൂന്ന് വിളിക്കും. അപ്പൂന്ന് നമ്മളെല്ലാരും സ്നേഹത്തോടെ വിളിക്കും. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ചേച്ചി ഈ അഭിനയം കാര്യങ്ങളൊന്നും അല്ലാണ്ട് എങ്ങനെയാണ്, എഴുതാറുണ്ടോ? ഞാൻ നന്നായിട്ട് കണ്ണെഴുതും. ഓ, ഈ വർഷത്തെ ഏറ്റവും നല്ല കോമഡിക്കുള്ള അവാർഡ് നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. നന്നായിട്ട് കണ്ണെഴുതുന്ന ഒരു എഴുത്തുകാരിയാണല്ലേ? എഴുതുമായിരുന്നു കോളേജ് കാലഘട്ടം. അത് കഴിഞ്ഞിട്ടുമൊക്കെ കഥകളാണോ കവിതകളാണോ? അതായത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ചെറിയ ചെറിയ കവിതകൾ എഴുതുമായിരുന്നു. പിന്നെ ഡയറി എഴുതുമായിരുന്നു, സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡയറി എഴുതുന്ന ശീലങ്ങൾ എല്ലാവർക്കും കുറവാണെന്ന് തോന്നുന്നു. പൊതുവെ കുറവാണ്. പണ്ട് ഡയറി എഴുതുന്നവർ കൂടുതലായിരുന്നു. എനിക്ക് സ്ഥിരം ഞാൻ എഴുതുമായിരുന്നു. ഷൂട്ടിനൊക്കെ പോയില്ലേ, തുടക്കകാലത്ത് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ എല്ലാ വർഷവും അച്ഛൻ ഒരു 2-3 ഡയറി തരാറുണ്ട്. എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? കുറേയൊക്കെ ഉണ്ട്, കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോഴത്തേക്ക് വലിയ വിഷമം തോന്നൂലേ. എനിക്കങ്ങനെ ഒരുപാട് വിഷമം തോന്നിയിട്ടുള്ള കാര്യം, ഇങ്ങനെ എഴുതിയിരുന്ന പലപ്പോഴും നമ്മൾ കിറുക്കി വെക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് കുറേ നഷ്ടപ്പെട്ടു പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് നമ്മളുടെ നഷ്ടങ്ങളിൽ എനിക്കെന്നും ഒരു വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതൊക്കെ നഷ്ടപ്പെട്ടു പോയത്. ഞാൻ കുറച്ച് ചോദ്യശരങ്ങൾ ഉന്നയിക്കാൻ പോവാണ്. ഓക്കെ. അതായത് ബുദ്ധി ഉപയോഗിക്കരുത്, ലോജിക് ഉപയോഗിക്കരുത്, ഒന്നും ഉപയോഗിക്കരുത്. കണ്ണും പൂട്ടി ആദ്യം മനസ്സിൽ വരണ ആൻസർ എന്താണോ അത് പറയണം. അത്ര സിമ്പിൾ ആയിട്ടുള്ള ചളി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടൺ കണക്കിന് തുണി കഴുകുന്ന ഒരു സ്ഥലം. എൻ്റെ അമ്മ. എന്റെ ലൈഫില് ടൺ കണക്കിന് തുണി കഴുകുന്നത് പ്രേംജിയുടെ അമ്മയാണ്. ഇനി വേറൊരാൾക്കാരുടെ ലൈഫിലൂടെ നോക്കി കാണുമ്പോൾ ടൺ കണക്കിന് തുണി കഴുകുന്ന ഒരു സ്ഥലമായിട്ട് ആലോചിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് ഓർമ്മ വരുന്നുണ്ടോ? കടവോ? ഏത് കടവ്? കുളിക്കടവാ? ചളിയാണ്, പക്ഷെ ഇതും ചളിയായിട്ട് കൂട്ടാം. പക്ഷെ ഞാനിവിടെ എഴുതി വെച്ച ആൻസർ അതല്ല, വാഷിംഗ്ടൺ. നല്ല ആൻസർ അല്ലേ? എന്ത് കൃത്യമായിട്ടുള്ള ആൻസർ ആണ്, വാഷിംഗ്ടൺ. ടൺ കണക്കിന് തുണി കഴുകുന്ന സ്ഥലം വാഷിംഗ്ടൺ. വഴുതി പോകുന്ന രാജ്യം, അത് അത്ര ചളിയല്ല, കുറച്ചൊരു ലോജിക്കുള്ള ഒരു ആൻസർ തന്നെയാണ്. വഴുതി പോകുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് മലയാളത്തിലൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. അറിയോ? ഗ്രീസ്. കേട്ടാ? കറക്റ്റ് അല്ലേ? ഗ്രീസ്. വഴുതി പോവും. ഗ്രീസിൽ ആര് കാല് വെച്ചാലും അവർ വഴുതി പോവും. കലണ്ടറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ആഹാര സാധനം, ആ ഒരു ആഹാരത്തിന്റെ പേര്, കഴിക്കുന്ന ഒരു സാധനത്തിന്റെ പേര് നമ്മുടെ കലണ്ടറിൽ ഉണ്ട്. മാസത്തിന്റെ പേരാണോ? മാസത്തിന്റെ പേരൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും മാസം കഴിക്കുന്ന പേരുമായിട്ട് റിലേറ്റഡ് ആണോ? അല്ല, മാസമല്ല. മൊത്തത്തിൽ ഡേറ്റ്. ഡേറ്റ് അടുത്തു. ഇനി ഒരു സാധനം കൂടി ഇട്ടാ മതി. ഡേറ്റ്സ്. സപ്പോർട്ടോട് കൂടി ഒരു ആൻസർ. കലണ്ടർ ഏറ്റവും കാണപ്പെടുന്നത് ഡേറ്റ്സ് ആണ്. കറക്റ്റ് അല്ലേ അത്? ഇനി ഡ്രൈവിങ്ങും
നൃത്തവുമായിട്ട് ഒരു ബന്ധമുണ്ട്. അത് ഏതൊരു നൃത്ത രൂപമാണ്? അങ്ങനെ ഒരു പേര്, ഡ്രൈവിങ്ങിനോട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നൃത്ത രൂപമാണത്. ഡ്രൈവിംഗ്, വാഹനം, മെയിനായിട്ട് അങ്ങനെ പറയാം. വാഹനമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു നൃത്ത രൂപത്തിന്റെ പേര്. വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനവും ഈ ഡാൻസുമായിട്ട് ഭയങ്കര കണക്ഷൻ. ഫ്രീ സ്റ്റൈൽ. ഫ്രീ സ്റ്റൈൽ. ഡീസൽ. ഡീസൽ. ഡീസൽ എന്ന് പറഞ്ഞൊരു നൃത്ത രൂപമുണ്ടോ? ഇല്ല. ഡീസൽ, പെട്രോൾ അതെല്ലാം വാഹനത്തിൽ ഉപയോഗിക്കുന്നതല്ലേ ആണ്. അതേപോലെ വാഹനത്തിൽ ഈ ഒരു കാര്യം വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ജീവിതം കോഞ്ഞാട്ടേ പോകും. പറയട്ടെ, ബ്രേക്ക്, ബ്രേക്ക്, ബ്രേക്ക് ഡാൻസ്, ബ്രേക്ക്. വാഹനത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അത്. ബ്രേക്ക് ഡാൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു? രസമല്ലായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഒരുപാട് ആലോചിക്കരുത്, പക്ഷെ കുറച്ച് ആലോചിച്ചു. ഏത് മിടുക്കി അല്ലെങ്കിൽ ഏത് കലാകാരിയാണ് വരണേ നമുക്ക് നോക്കണ്ടേ? വിഷ്വൽ ഒന്ന് കാണാം. നമസ്കാരം, എൻ്റെ പേര് അഭിജ്ഞ. എൻ്റെ വീട് കാസർഗോഡ് ജില്ലയുടെ കർണക്കാടിലാണ്. എൻ്റെ സ്കൂളിൻ്റെ പേര് ശ്രീ ലക്ഷ്മി വെങ്കടേഷ് വിദ്യാലയ കാസർഗോഡ്. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇത്തവണ ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ 3 മിനിറ്റിൽ 53 യോഗാസന ചെയ്തിട്ട് ലോക റെക്കോർഡ് കരസ്ഥമാക്കി. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻക്ക് ഒരു ബിസിനസ് ഉണ്ട്. ഇതാണ് അമ്മ. അമ്മ ഒരു യോഗ ടീച്ചറാണ്. ഞാൻ യോഗ പഠിപ്പിക്കുന്നത് കണ്ടിട്ട് ഇവള് വന്നിട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഇവൾക്ക് 4 വയസ്സ് മുതൽ നമ്മൾ യോഗ പഠിപ്പിക്കാൻ തുടങ്ങി. അടുത്തത് ഇനി ഗിന്നീസ് റെക്കോർഡ് ചെയ്യാനുണ്ട് 2021. അതിന് വേണ്ടിയിട്ടുള്ള താല്പര്യം നമ്മൾ 2 പേര് എടുക്കുന്നുണ്ട്. റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വരുന്ന ആള് കടുകുമണി പോലെ ഉള്ളെങ്കിലും ഒരു ലോക റെക്കോർഡ് സ്വന്തമായിട്ട്, അതും യോഗയില് ലോക റെക്കോർഡ് സ്വന്തമായിട്ടുള്ള ഒരു കലാകാരിയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. വളരെയധികം സ്നേഹത്തോടെ, അല്ലെങ്കിൽ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ അച്ചീവ്മെന്റ് നേടിയ ഒരു കലാകാരിയെ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കാസർഗോഡിലെ മുത്തായ അഭിജ്ഞ. അഭിജ്ഞ ഞങ്ങളെ പോലെ ഒന്നുമല്ല, വലിയ ആളാണ്, ലോക റെക്കോർഡ് കയ്യിലുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെ പമ്മിയാണോ വരേണ്ടത്? ഈ ഹെയർ സ്റ്റൈൽ ആരാ ചെയ്തു തന്നത്? അത് ഒരു ചേച്ചി ചെയ്തു. ഓ, ഇവിടത്തെ ഒരു ചേച്ചി ഇല്ലേ? ആ ചേച്ചിയുടെ കലാവിരുതാണ്. കൊള്ളാം. പിന്നെ എന്താണ് അഭിജ്ഞ, വിശേഷങ്ങളൊക്കെ പറയൂ. വിശേഷം സ്കൂളിലെ ഫ്രണ്ട്സ്, അച്ഛനമ്മ, ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ എല്ലാം സൂപ്പർ ചെയ്യുന്നുണ്ട്. എല്ലാവരും മിസ് ചെയ്യണില്ലേ ഇപ്പോ? പറ്റണില്ലല്ലേ? ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? മോക്ക് വീട്ടിലിരുന്ന് പഠിക്കുന്ന ഇഷ്ടമല്ല, സ്കൂളിൽ പോയി പഠിക്കുന്നതാണ് ഇഷ്ടം? അതെ, ആണ്. ഇപ്പൊ വീട്ടിലിരുന്ന് പഠിക്കുമ്പോ അമ്മ എപ്പോഴും പറയോ പഠിക്കേന്ന്? അങ്ങനെയൊന്നുമില്ല. 1 മണിക്കൂർ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറയും. പിന്നെ ഫ്രീ കിട്ടും. പിന്നെ പഠിക്കാൻ മെസ്സേജ് വരുമ്പോ മാത്രം ഞങ്ങൾ പഠിക്കുള്ളൂ. മെസ്സേജ് വരണം എന്ന് മാത്രമേ പറയുള്ളൂ. ഇത് കാസർഗോഡ് ഭാഷയായതുകൊണ്ടല്ലേ? കാസർഗോഡ് ഭാഷയില് സംസാരിക്കണേ? തുളു. മലയാളം അല്ല. അതില് ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കോ? എന്തെന്റെ വിശേഷം അഭിജ്ഞ? വിശേഷം മനസ്സിലായോ? എന്താ ഒന്നേരം പറഞ്ഞേ? വിശേഷം. പിന്നെ വേറെ, അതായത് തുളുവിൽ തന്നെ പറയണം കേട്ടോ. അഭിജ്ഞയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അച്ഛനെയാണോ അമ്മയാണോ? എനിക്ക് ഇഷ്ടം റജ്ജാനക്കുല. രണ്ടുപേരെയും അല്ലെ? അതൊരു കോമൺ ആൻസർ ആയതുകൊണ്ട് റജ്ജാനക്കുല. പിന്നെ വീട്ടില് എന്താ പറയാ, കുറുമ്പത്തിയാണോ നല്ല മിടുക്കത്തിയാണോ അതേ പാവാണോ? രണ്ടും. തുളു. റഡ്ല. വേറെ എന്താ പറയാ? ഞങ്ങളെ ഈ ഷോയിനെ കുറിച്ചിട്ട് പറയൂ. ഷോയിൽ വന്നപ്പോ എന്ത് തോന്നി? ഡബ്ല്യു. ഷോയില് വന്നപ്പോ ഡബ്ല്യു ആയിന്ന്. സന്തോഷായിന്നാണോ? പിന്നെ തുളുവില് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇന്ന് രാത്രി എനിക്ക് ബിരിയാണി വേണം അച്ഛാ. ഒന്ന് തുളുവിൽ അച്ഛനോട് പറ. അച്ഛനോട്
ഇനി കത്താല എനിക്ക് ബിരിയാണി പോടപ്പ. മേടിച്ചു കൊടുക്കണം കേട്ടോ. അച്ഛനൊന്ന് മറുപടി പറഞ്ഞ്, ഞാൻ ഇന്ന് ബിരിയാണി മേടിച്ച് തരില്ല. അതാണ് അച്ഛൻ പറയേണ്ട മറുപടി. പറയൂ. ഏനിനി നിനക്ക് ബിരിയാണി കൊണ്ടത്ത് കുറിപ്പിച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക്, അതായത് ദൈവം ഉണ്ടാവുന്നതിന് മുമ്പ് എവിടെയോ സൃഷ്ടിച്ചു വെച്ചൊരു ഭാഷ ഞങ്ങളെ കൊണ്ട് കേൾപ്പിച്ച പോലെ ഉണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും പറയുന്ന കേൾക്കാൻ വരമൊഴി രസമുണ്ട്. ഇല്ലല്ലോ അല്ലേ? തുളുവിന് വരമൊഴി ഇല്ലല്ലോ അല്ലേ? ഇല്ല. അപ്പൊ ഇന്ന് ബിരിയാണി കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പൊ ഒരു തുളുവിലെ ഏതെങ്കിലും പാട്ട് അറിയോ മോൾക്ക്? റൈംസ് തുളുവില് റൈംസ് ഇല്ല, പാട്ടില്ല. തുളുവില് സിനിമ ഇല്ല, തൊഴിലുണ്ട് പക്ഷെ പാട്ടങ്ങനെ സിനിമയില് പാട്ടില്ല. അച്ഛനെ ഏതാണ്ട് പറയുന്നുണ്ട്. തുളു പറഞ്ഞ തുളുല് സിനിമ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മള് തുളു കന്നഡ നോക്കുന്ന കുറവ്. മലയാള സിനിമ അങ്ങനെ. പരിപാടി എല്ലാം മലയാള ചാനൽ നോക്കിയോണ്ട്. അല്ലെങ്കിൽ എല്ലാം പേരെന്താ? മലയാളം. എന്റെ പേര് ഹരീഷ്. ഹരീഷൻ. ഓക്കെ. അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും, അച്ഛനും അമ്മയ്ക്കും സ്വാഗതം. അമ്മയുടെ കയ്യിൽ മൈക്ക് കൊടുക്കൂ. അമ്മ എന്തുണ്ട് വിശേഷം? തുളുവില് പറയൂ. വിശേഷതാളജി. അമ്മയ്ക്ക് ഇവിടെ വരെ വന്നിട്ട് അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? മോൾ ഈ സീറ്റിൽ കണ്ടപ്പോ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? മകളിന് ഈ സ്റ്റേജിക്ക് മുട്ടൈനെ ദേവരെ മകൾ ഈ സ്റ്റേജിൽ വരെ എത്തിയത് ദൈവത്തിന്റെ കൃപ കൊണ്ട്. ഓ, ഞാൻ തുളു പഠിച്ചു. വേറെ എന്തൊക്കെയാണ് അമ്മ, അമ്മയുടെ ജീവിതത്തില് കലയുമായിട്ട് എത്രത്തോളം റിലേറ്റഡ് ആണ് അമ്മ? ഞാൻ യോഗ ടീച്ചറാണ്. അപ്പൊ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റില്ല ഇങ്ങനത്തൊന്നും, നമുക്ക് അങ്ങനത്തൊന്നും സ്റ്റേജ് കിട്ടിയിട്ട ഇതുവരെ. ഇപ്പൊ കുട്ടികൾക്ക് വളരെ സ്റ്റേജുകളുണ്ട്, അതുകൊണ്ട് ഇവൾക്ക് അങ്ങനത്തെ ഭാഗ്യം കിട്ടി, അതിൽ നമുക്ക് സന്തോഷമുണ്ട്. അടിപൊളി. പിന്നെ നിങ്ങൾ കാസർഗോഡ് കറക്റ്റ് എവിടെയാ? കാസർഗോഡ് എൻ്റെ വീട് സുള്യ, ഹസ്ബൻഡിന്റെ വീട് സുബ്രഹ്മണ്യ, കടബ. സുബ്രഹ്മണ്യ എന്ന സ്ഥലമാണോ? ഓ, അത് ശരി. കർണാടക ബോർഡർ ആയിരിക്കും അല്ലേ? കർണാടക സ്റ്റേറ്റ് കർണാടകയാണ്. ഓ, അത് ശരി. പിന്നെന്താ മോളെ വിശേഷങ്ങൾ? നമുക്ക് വേണ്ടിയിട്ട് എന്താ യോഗ വിത്ത് ഡാൻസ് ആണ് ചെയ്യുന്നത് അല്ലേ? അത് ആരാ അങ്ങനെ ഒരു ഐഡിയ മോൾക്ക് ആദ്യം പറഞ്ഞു തന്നത്? അമ്മയാണ് പറഞ്ഞു തന്നത്. അപ്പം ആ റെക്കോർഡിനെ കുറിച്ചിട്ട് പറയൂ. 3 മിനിറ്റ് കൊണ്ട് എത്ര യോഗാസൻസ് ആണ് ചെയ്തത്? 53 യോഗാസൻസ്. അപ്പൊ ഏത് വയസ്സിലാ പഠിച്ചു തുടങ്ങിയത്? 4 വയസ്സിരിക്കുമ്പോ എന്റെ അമ്മ യോഗ പഠിപ്പിച്ചു. നല്ല ഈസി ആയിരുന്നോ പഠിക്കാൻ? കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈസി ആയി തുടങ്ങി. അതെ. ഇനി ഇപ്പൊ 53 യോഗാസൻസ് പഠിച്ചു. ഇനി എന്തോരം പഠിക്കാനുണ്ട്? ഒരുപാടുണ്ടാവും അല്ലേ? അതെ, ഒരുപാടുണ്ട്. നമുക്ക് വേണ്ടിട്ട് ഏതാ ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? അത് ടഫ് ആയതല്ലേ യോഗ ചെയ്യും. ടഫ് ആയിട്ടുള്ള യോഗാസൻസ് ആണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഗംഭീര പെർഫോമൻസിന് ഇതാ ഇവിടെ തിരി തെളിയാൻ പോവാണ്. ഓൾ ദി ബെസ്റ്റ്. തകർക്കൂ. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഭയങ്കര, അതായത് ഫ്ലെക്സിബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റം ഭീകര ഫ്ലെക്സിബിൾ ആയിരുന്നു. മുഖത്ത് ചിരി മായാതെ എല്ലാം എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്തു. Great. ചേച്ചി വരൂ, പറയൂ. ശരിക്കും എനിക്ക് തോന്നിയേ ആ ഫ്ലെക്സിബിലിറ്റി കാണുമ്പോൾ എനിക്ക് തോന്നി ഇത് ശരിക്കും മനുഷ്യ ശരീരമാണോ അതോ വല്ല റബ്ബർ ബാൻഡിന്റെ മേളിൽ എന്തെങ്കിലും ഒരു ഈ പെൻസിലിന്റെ ഒക്കെ മേളിൽ നമ്മൾ റൈസർ വെക്കൂല അതുപോലെ ശരി, ഒരു പെൻസിൽ ഉണ്ട്, പെൻസിലിന്റെ മുകളിൽ ഇതേപോലെ മുടി കിട്ടിയ ഒരു പാവ. കറക്റ്റ്. ശരിക്കും അത് വെച്ചിട്ട് ഇതിങ്ങനെ ഇത്ര ഭാഗം മാത്രം ഏറ്റവും കൂടുതൽ അതായത് തല താഴെ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിയെല്ലാം റൗണ്ട് ചെയ്തു. അപ്പൊ ശരിക്കും നമുക്ക് തോന്നും ഇത് റബ്ബർ തല എവിടെയോ മാറ്റി വെച്ചിട്ട് അങ്ങനെ. ഇതൊക്കെ അമ്മയാണോ പഠിപ്പിച്ചത്? എല്ലാം അമ്മ തന്നെയാണോ പഠിപ്പിച്ചത്? വേറെ ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഒരുപാട് ഹിന്ദി ചാനൽസിലൊക്കെ ഇങ്ങനെ കുട്ടികൾ ഡാൻസ് ചെയ്യണത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടി ഇങ്ങനെ നേരിട്ട് ചെയ്യണത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതെ, നമ്മൾ നേരിട്ട് ഇത്ര അടുത്ത് കണ്ടത്. ഒരുപാട് പേരെ യോഗ പഠിപ്പിക്കാമല്ലോ ഇനി. പഠിപ്പിക്കണ്ടോ? ഓഹോ, അപ്പൊ ചെറിയ കുഞ്ഞു ഗുരുവാണല്ലേ. സൂപ്പർ. അപ്പൊ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ വലിയൊരു അച്ചീവ്മെന്റ് സ്വന്തമാക്കി. ഇനിയും ഒരുപാട് 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 സമ്മാനങ്ങൾ അല്ലേ, യോഗ ടീച്ചറും അല്ലെങ്കിൽ ഡാൻസറും ഒക്കെ ആയിട്ട് അറിയപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. സ്കൂള് അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, പിന്നെ അച്ഛനമ്മ, പിന്നെ വീട്ടിൻ്റെ അടുത്തിരിക്കുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്കൂളില്ലാത്ത കൊണ്ട് വിഷമമുണ്ട്. എന്നാലും സാരമില്ല, അമ്മ എനിക്ക് യോഗ പ്രാക്ടീസ് ചെയ്യുന്നല്ല അതേ നല്ലതെന്ന് എൻ്റെ മനസ്സിലാണ്. ഓ, അടിപൊളി. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ലോക്ക്ഡൌൺ സമയമൊക്കെ ആണെങ്കിൽ പോലും യോഗയൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് റെഡ് കാർപ്പറ്റിൽ വന്ന് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചതിന്. ഓക്കെ, അപ്പൊ എന്തായാലും പ്രിയ ചേച്ചി നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെ വിളിച്ചു. ഇതൊരു നന്മയുടെ അംശമുള്ള ഒരു പ്രോഗ്രാം കൂടെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നതിൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. സോ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ ഐശ്വര്യമായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്.